ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അരയൻകാവിലുള്ള സുരേഷ് ഏട്ടന്റെ ചായക്കടയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരക്കേറും. രാഷ്ട്രീയ ഭേദമന്യേ സ്ഥാനാർത്ഥികൾ ചായ കുടിക്കാനെത്തുന്നത് ഇവിടെയാണ്. ചായ, രാഷ്ട്രീയം, സൗഹൃദം, ആ കോംബോയിലേക്കാണ് ഇനി ക്രിസ്റ്റീന ചെറിയാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സുരേഷ് ഏട്ടൻ്റെ ഒരു ചൂട് ചായയോടുകൂടെ നമ്മൾ ചൂട് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ചായക്കടകളിലും ബാർബർ ഷോപ്പുകളിലുമാണ് ഏറ്റവും അധികം രാഷ്ട്രീയം സംസാരിച്ചിട്ടുള്ളത്. ഇത് എറണാകുളം ജില്ലയിലെ അരയൻകാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥലമാണ്. ഇവിടുത്തെ നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ ഈ ചായക്കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ രണ്ട് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിയേ, ഇവരെല്ലാം ഇവിടുത്തെ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ഇവിടെ വരുന്നു, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ അവർ വളരെ സ്നേഹത്തോടുകൂടെ രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് ഒത്തൊരുമയോടുകൂടെ നടക്കുന്ന ഒരു കൂട്ടം സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വാർത്തകളിൽ ഈ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇടം പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, ഇനി എന്തൊക്കെയാണ് ആവശ്യം എന്ന് പറയാം. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഉള്ള പ്രതിനിധി ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. നമ്മുടെ പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ ഓട്ടിസം ബാധിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗജന്യമായി 15 സെൻറ്റ് സ്ഥലം സൗജന്യമായി വാങ്ങി അതിൽ 2500 സ്ക്വയർ ഫീറ്റോളം വരുന്ന കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ പൂർത്തീകരിച്ച് ആ ഓട്ടിസം ബാധിച്ച കുട്ടികളെ നമ്മൾ വാടക കെട്ടിടത്തിൽ നിന്നും മാറ്റി ഇവിടെ ആമ്പല്ലൂർ പഞ്ചായത്ത് സുരക്ഷിതമായ ഒരു കെട്ടിടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതേപോലെ നമ്മുടെ ഒട്ടനവധി റോഡുകളുടെ നിർമ്മാണം നിർമ്മിച്ചിട്ടിരുന്ന റോഡുകളെല്ലാം ജലജീവൻ മിഷൻ വന്ന് കുത്തിപ്പൊളിച്ചു കളഞ്ഞു. അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് നന്നാക്കാൻ സാധിച്ചു. ഇവിടെ ഒരു ഭരണ മുരടിപ്പുണ്ടെന്ന് പറഞ്ഞൊരു ജാഥ LDF നടത്തിയെന്ന് കണ്ടു. അപ്പം അങ്ങനെ ഒരു ഭരണ മുരടിപ്പുണ്ടോ? മാലിന്യമുക്ത നവകേരളവും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം വളരെ ഭംഗിയായി നടത്തിയെന്നാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതി അടക്കം പറഞ്ഞിട്ടുള്ളത്. ഈ പദ്ധതികളെല്ലാം തന്നെ ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളാണ്. അത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകൾ തോറും അവരുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ശേഖരിച്ചതിൻ്റെ ഭാഗമായി കിട്ടിയ ഒരു അവാർഡ് മാത്രമാണ്. അല്ലാതെ പഞ്ചായത്ത് തനതായി നിരവധി വില്ലുങ്കൽ തോടടക്കമുള്ള ചെറുതും വലുതുമായ നിരവധി തോടുകളും പ്രാദേശികമായിട്ടുള്ള പൊതു ഇടങ്ങളും മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ഈ ഭരണസമിതി നടത്തിയിട്ടില്ല എന്നുള്ളതൊരു എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമുക്കിനിയും BJPയുടെ പ്രതിനിധിയുടെ വാദം കൂടെ കേൾക്കാം. വികസന പ്രവർത്തനങ്ങളുടെ എല്ലാ അംശവും ജനങ്ങൾക്കെല്ലാം ഗ്രാമീണ തലത്തിൽ വരെ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഓഫീസ് ആയിരിക്കരുത്, അതൊരു ഓർഗനൈസർ ആയിരിക്കണം. എല്ലാ സംവിധാനങ്ങളെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എത്തിക്കുവാനുള്ള ഒരു ഓർഗനൈസറായിട്ട് പ്രവർത്തിക്കുന്ന സങ്കേതങ്ങളായി തീരണം ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ. ഇതാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകൾ. ഇവിടുത്തെ ആ സൗഹൃദങ്ങളുണ്ടല്ലോ, നല്ല കടുപ്പമുള്ള ഒരു ചൂട് ചായ കുടിച്ചു കഴിയുമ്പോൾ സൗഹൃദം ഇങ്ങനെ പൊട്ടിവിടരുകയും ആശയങ്ങളുടെ ആ ധാര ഇങ്ങനെ ഒഴുകുകയും ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഒരു മനുഷ്യൻ പോലും വികസനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കട്ടെ. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും വരെ നന്നായി വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.